Alright guys, welcome to Fan Perspective. ഇന്റർനാഷണൽ ബ്രേക്ക് ആണ്, ബോറിംഗ് ആണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് രാവിലെ കുറേ ദിവസമായി ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഒരു പ്രോപ്പറായിട്ടുള്ള കോണ്ടന്റ്, കാരണം യുണൈറ്റഡിനെ കുറിച്ച് പറയാൻ ഇന്റർനാഷണൽ ബ്രേക്ക് ആണെങ്കിലും കുറേ ഉണ്ടാവും, അറിയാലോ. ജേർണലിസ്റ്റൊക്കെ പല പേരുകളും വരുന്നുണ്ട്. മിഡ്ഫീൽഡേഴ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചില ജേർണലിസ്റ്റ് ഡിഫൻഡേഴ്സിന് വരെ നോക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഫബ്രീസിയോയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എത്രത്തോളം ആ ഒരു ഇൻഫർമേഷൻ എത്രത്തോളം ഒത്തൻറ്റിക് ആണെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് സ്പോർട്ടിങ് പോർച്ചുഗീസ് ലീഗിൽ നിന്നൊക്കെ ഒരു ഡിഫൻഡർ നോക്കുന്നതൊക്കെ ഫബ്രീസിയോ ഇതിനടുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല ഇപ്പം നമ്മൾ ഒരു ഡിഫൻഡറിന് വേണ്ടിയിട്ടാണ് നോക്കണേ. പക്ഷേ ഇഞ്ചുറീസും നമ്മുടെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് കൺസേണിങ് ആണ്. നമ്മുടെ ഇഞ്ചുറീസ് കൺസേണിങ് ആണ്. അതുകൊണ്ട് മേ ബി ഡിഫൻഡറിന് നോക്കിക്കൂടായാലും അങ്ങനെയും പറയാൻ പറ്റില്ല. ഫുട്ബോളാണ്, ട്രാൻസ്ഫർ വേൾഡ് ആണ്, എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ എലിയട്ട് ആൻഡേഴ്സൺ, ആഡം വാട്ടൺ, ജാവോ ഗോമസ്, പിന്നെ കാർലോസ് ബലേബ, 4 പേരുടെയും നിങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും. ബലേബ നമ്മൾ എല്ലാവരും സീസൺ തുടങ്ങുമ്പോൾ ഞാൻ ചോദിച്ച പല യുണൈറ്റഡ് ഫാൻസും നല്ലൊരു പ്രോസ്പെക്റ്റ് ആണ്, അത്ര പ്രായമൊന്നുമില്ല, നല്ലൊരു പ്രോസ്പെക്റ്റ് ആയിരുന്നു, ആണ്. പക്ഷെ ഈ സീസൺ തുടങ്ങിയ അന്ന് മുതൽ എന്താണെന്ന് പറയുക, യുണൈറ്റഡ് ആയിട്ടുള്ള ലിങ്ക് തുടങ്ങിയ അന്ന് മുതൽ എല്ലാം പോയി. ഡിഫെൻസീവ് എറർ തുടങ്ങി, പ്രോഗ്രസ് ചെയ്യുന്നതിൽ ഒരു ഇന്റൻസിറ്റി കാണിക്കുന്നില്ല. ആദ്യം മൊത്തം ക്ലൂലെസ് ആയി ബലേബ. ബ്രൈറ്റനെതിരെയുള്ള കളി കാണുമ്പോൾ സിറ്റിക്കെതിരെയുള്ള കളി അവർ ജയിച്ചു 2-1. പക്ഷെ അതിലും എനിക്ക് തോന്നുന്നു ബലേബ അയാളുടെ ബെസ്റ്റ് എടുത്തോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയും. നന്നായി കളിച്ചു. പക്ഷെ ആസ് എ ടീം അവർ നന്നായി കളിച്ചു. പക്ഷെ ബലേബ വാസന്റ് ദാറ്റ് ഗ്രേറ്റ് കമ്പയർഡ് ടു ലാസ്റ്റ് സീസൺ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ യുണൈറ്റഡ് ഫാൻസിന് എല്ലാവർക്കും ഒരു ഡിപ്പ് വന്നു. ബലേബയോടുള്ള ഒരു ഇൻട്രസ്റ്റ്, ഒരു നല്ല ഡിപ്പ് വന്നിട്ടുണ്ട്. എനിക്കും പേഴ്സണലി നല്ല ഡിപ്പ് വന്നിട്ടുണ്ട്. ബിക്കോസ് ഹി വാസ് എ ബീസ്റ്റ്. ബോൾ വിൻ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു യുണൈറ്റഡ് ഫാനിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ വേണ്ടത് ഒരു ഡിഫെൻസീവായിട്ട്, മൈൻഡിൽ തന്നെ ഡിഫെൻസീവായിട്ട് കളിക്കുന്ന ഒരു മിഡ്ഫീൽഡറാണ് നമുക്ക് വേണ്ടത്, അല്ലേ? അപ്പോൾ നമുക്ക് ആരാ വേണ്ടത്? ആ മിഡ് ബ്ലോക്കിൽ നമ്മൾ പ്രോഗ്രസ് ചെയ്യുമ്പോൾ 3-4-2-1 നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷെ നമ്മൾ ഡിഫെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓഫ് ദ ബോൾ ഉണ്ടാകുമ്പോൾ 2-10 ഇറങ്ങി വന്ന് നമ്മുടെ മിഡ്ഫീൽഡിനെ സഹായിച്ച്, അതായത് 5-4-1 എന്നുള്ള രീതിയിൽ നമ്മൾ ഡിഫെൻഡ് ചെയ്യുക. എംബൂമോ ലാസ്റ്റ്മാനായിട്ട് നിന്ന്, സെസ്കോ ആണെങ്കിൽ സെസ്കോ, അല്ലെങ്കിൽ എംബൂമോ ആ 1 ആയിട്ട് ഒന്ന് ബോൾ പ്രസ് ചെയ്യാൻ വേണ്ടി ഒരു ഷേപ്പിൽ പ്രസ് ചെയ്തിട്ട്, പിന്നെ ആ മിഡ് ബ്ലോക്കിൽ നമ്മൾ കാര്യമായിട്ട് ബോൾ വിൻ ചെയ്ത് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്കിപ്പോൾ ബോൾ വിന്നിങ് ആയിട്ട് ഒരാളുള്ളതെന്ന് പറഞ്ഞാൽ ഉഗാർത്തെ എന്നാ പറഞ്ഞത്. പക്ഷെ ഉഗാർത്തയൊക്കെ ഹൊറിബിളാണ് ബോൾ വിന്നിങ്ങിലും, അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ കളിയൊക്കെ നമ്മൾ കണ്ടു, ഉഗാർത്തെ വിട്ടുകൊടുത്തിട്ടാണ് ആ ഷോട്ടൊക്കെ എടുത്തത് മിഡ്ഫീൽഡിൽ. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അപ്പൊ അങ്ങനെ ഡിഫെൻസീവ് നേച്ചറുള്ള ഒരു മിഡ്ഫീൽഡറെ നമുക്ക് വേണ്ടത്. അത് എന്ന് ചോദിച്ചാൽ എലിയട്ട് ആൻഡേഴ്സൺ ആയിക്കോട്ടെ, ജാവോ ഗോമസ് ആയിക്കോട്ടെ, ആഡം വാട്ടനൊക്കെ പ്രോപ്പർ അറ്റാക്കിങ്. കാരണം ഗ്ലാസ്നറിന്റെ ആ ഒരു സിസ്റ്റത്തില് വാട്ടൻ വൃത്തിക്ക് കളിക്കുന്നുണ്ട്. ബിക്കോസ് അറ്റാക്കിങ് മൈൻഡഡ് ആണ്. അതേപോലെ തന്നെയാണ് എന്താ പറയാ, നമ്മുടെ എലിയട്ട് ആൻഡേഴ്സൺ സത്യം പറഞ്ഞ സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പോലെയാണ്. അപ്പൊ പ്രോഗ്രസ് ചെയ്യാൻ യുണൈറ്റഡിൽ ആൾക്കാരുണ്ട്. ഇപ്പൊ ബ്രൂണോനെ എടുത്ത വേൾഡ് ക്ലാസ് നമ്പർ 10 ആണ്. അപ്പൊ പ്രോഗ്രസ് ചെയ്യുന്നതിലല്ല നമുക്ക് ആളാണ്. നമുക്കൊരു കാസമീറോനെ പോലെ ബോൾ വിൻ ചെയ്ത് പ്രോപ്പറായിട്ട്, കാസമീറോ ഈസ് ഡൂയിങ് എ ഡീസെന്റ് ജോബ്. ഞാൻ പറയും ഗ്രേറ്റ് വർത്ത് ഞാൻ പറയില്ല, ഈസ് ഡൂയിങ് എ ഡീസെന്റ് ജോബ്. അതായത് ഒരു 10-60 മിനിറ്റ് വരെ അത്യാവശ്യം ബോൾ വിൻ ചെയ്ത് ആ ലൈൻ ബ്രേക്കിംഗ് പാസസ് ഒക്കെ കട്ട് ചെയ്ത് ബോൾ വിൻ ചെയ്ത് കൊടുക്കുക. അത് മാത്രമേ ചെയ്യണ്ടൂ. അത് മാത്രമേ ചെയ്യണ്ടൂ. അത് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് തന്നെ പറയാം. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഒരാളെ സൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും സ്പെൻഡ് ചെയ്യുക. അപ്പൊ ഈ 2 ആട്രിബ്യൂട്ട്സ് ഇല്ലാത്ത ഒരാളെ നമ്മൾ സൈൻ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ ഈ ലിങ്ക് വരുന്ന എല്ലാവരും, എൻ്റെ വിഷമം അതാ, ഈ ലിങ്ക് വരുന്ന എല്ലാവരും അറ്റാക്കിംഗ് മൈൻഡഡ് മാത്രം. അറ്റാക്കിംഗ് വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു പ്രോപ്പർ ബോൾ വിന്നർ ആയിട്ട് അങ്ങനെ ഒരു പ്രോപ്പർ ഒരാളെ ലിങ്ക് വന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതാണ് എൻ്റെ ഒരു വലിയ കൺസേൺ.
ഈ ജേർണലിസ്റ്റ് ഒക്കെ തട്ടി ഇപ്പം ഇന്റർനാഷണൽ ബ്രേക്ക് ആയിട്ട് ഇവരെ തട്ടി അങ്ങ് വിടുക. ആരാ എലിയറ്റ് ആൻഡേഴ്സൺ, ആഡം വാട്ടർ, കാരണം ഇതൊക്കെ ഇംഗ്ലീഷ് പ്ലേയേഴ്സ് ആണെങ്കിൽ നല്ല രീതിയിൽ അങ്ങ് മാർക്കറ്റ് വാല്യൂ കൂടും, പൈസയും കൂടും. വേറെ ഇഷ്ടംപോലെ പ്ലേയേഴ്സ് വേറെ പല ലീഗിലും ഉണ്ടാവും, പക്ഷെ അവരൊന്നും പേര് വരത്തില്ല. അപ്പോൾ അതാണ് യുണൈറ്റഡിനെ കുറിച്ച് കാര്യമായിട്ട് പറയാനുള്ളത്. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആദ്യമേ പറഞ്ഞു, ഹംഗറി അയർലൻഡ് ഗെയിം അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. കംപ്ലീറ്റ് ആയിട്ട് കണ്ടിരുന്നില്ല, പക്ഷേ ഒരു എന്താ പറയുക ഫ്രം ദ സെക്കൻഡ് ഹാഫ് കണ്ടിരുന്നു. അവസാനം സോബോസ്ലായൊക്കെ താഴെ നോക്കിയിരിക്കുന്ന സങ്കടം വന്നു, ബിക്കോസ് അവരുടെ റൺ ഇസ് ഓവർ ഫോർ ദ നെക്സ്റ്റ് വേൾഡ് കപ്പ് 2026 വേൾഡ് കപ്പിൽ അവരുടെ റൺ ഇസ് ഓവർ. അയർലൻഡും ആ സെലിബ്രേഷനൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷെ അയർലൻഡും പ്ലേ ഓഫ് കയറിയിട്ടേ ഉള്ളൂ. സോ ദേ ഹാവ് ടു പ്ലേ ലൈക്ക് 2 സിംഗിൾ ലെഗ് ഗെയിംസ് ഇൻ ഓർഡർ ടു ക്വാളിഫൈ ഫോർ ദ വേൾഡ് കപ്പ്. ലൈക്ക് 2 സിംഗിൾ ലെഗ് പ്ലേ ഓഫ്സ് കളിക്കണം. മാർച്ച് 2026 അത് നടക്കുക. സോ അത് കളിച്ച് ജയിച്ചാൽ മാത്രമേ അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വാട്ട് ഹാപ്പൻ ഇൻ ദ ഹംഗറി അയർലൻഡ് ഗെയിം വാസ് 2 തവണയും അവർ ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിച്ചു, നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിച്ചു. ബിക്കോസ് 2 തവണയും ദേ ഹാഡ് ടു കം ബാക്ക്. സോ ആദ്യം നല്ലൊരു സ്ട്രൈക്കായിരുന്നു ഔട്ട്സൈഡ് ഓഫ് ദ ബോക്സ്, ലെഫ്റ്റ് ഫൂട്ടഡ് ഒരു ചെസ്റ്റിലെടുത്തിട്ട് നല്ലൊരു വോളി പോലത്തെ ഒരു സാധനം അടിച്ചു. അതിൽ കെല്ലർ പോയിട്ട് പറയുന്നുണ്ട് യു ഷുഡ് ഹാവ് ക്ലോസ്ഡ് ഹിം ഡൗൺ എന്ന് പറഞ്ഞപ്പോൾ അന്നേരം തന്നെ അവരെ ഫ്യൂം ചെയ്യുന്നുണ്ട്. ദാറ്റ് വാസ് എ ഗുഡ് സ്ട്രൈക്ക്. പിന്നെ പാരറ്റിന് 14th മിനിറ്റിൽ വീണ്ടും ഒരു നല്ല ഐ മീൻ ഹി വോൺ എ പെനൽറ്റി ഫോർ അയർലൻഡ്. അങ്ങനെ വരുന്നു. പാരറ്റ് ഹാഡ് എ ഗ്രേറ്റ് ഗെയിം. അത് ഹാട്രിക് അടിച്ചത് മാത്രമല്ല, ഈ കവേർഡ് എ ലോട്ട് ഓഫ് ഡിസ്റ്റൻസ്. ലൈക്ക് വേണ്ട സമയത്തൊക്കെ പോയി സെൻസിബിളായിട്ട് പ്രസ് ചെയ്തു. ഇടങ്ങേറുണ്ടാക്കാൻ പറ്റി. ലൈക്ക് എല്ലാവർക്കും ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തു. ആ ഡിഫൻസ് ലൈനിൽ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ പാരറ്റിന് സാധിച്ചു. അതാണ് ആക്ച്വലി മെയിനായിട്ട് പറയേണ്ടത് നമ്മൾ. ആൻഡ് ദെൻ ദ മോസ്റ്റ് എന്താ പറയുക, കണ്ണിന്ന് വെള്ളം വന്നൊരു സംബന്ധം വെച്ചാൽ, ഈ ചാനലിൻ്റെ പേര് പോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളൊക്കെ സാധാ ഫുട്ബോൾ ഫാൻസാണ്. ആ കളിക്ക് ശേഷം റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് ഹൗ ഡു യു ഫീൽ എന്നൊക്കെ. ഒന്നും പറഞ്ഞില്ല അയാൾ. ഓക്കെ, ദിസ് ഇസ് വാട്ട് വി ഡു, അങ്ങനെ ഒന്നല്ല പറഞ്ഞേ. പാരറ്റ് പറഞ്ഞത് ദിസ് ഇസ് വാട്ട് വി ലിവ്, ദിസ് ഇസ് വാട്ട് ഫുട്ബോൾ ഇസ് ഓൾ അബൌട്ട്, ദീസ് ആർ ദ മൊമെന്റ്സ് ദാറ്റ് വി ലിവ് ഫോർ. ലൈക്ക് ഒരു സാധാരണ സ്റ്റാൻസിലിരുന്ന് കാണുന്ന ഒരു ഫാൻ പറയില്ലേ, അതുപോലെയാണ് പാരറ്റ് പറഞ്ഞതെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. അത്ര നിഷ്കളങ്കമായിട്ട്, ലൈക്ക് ആ പറഞ്ഞങ്ങ് വിങ്ങി പൊട്ടിപ്പോവുക. ലൈക്ക് 2 സെന്റൻസ് പറഞ്ഞു, 3ാമത്തെ സെന്റൻസിൽ അങ്ങ് കരഞ്ഞു പോവാം. സോ ഒരു ഇന്റർനാഷണൽ പ്ലെയർ ആണ്, 3 ഗോൾ അടിച്ചു, ഹാട്രിക് അടിച്ചു, ഒന്നുമല്ല. അതങ്ങ് സ്വന്തം രാജ്യത്തിന് വേണ്ടി അത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറെന്റ് ഫീലിംഗ് അല്ലേ. അത് എങ്ങനെയാ പറഞ്ഞറിയിക്കേണ്ടത് ആർക്കും, അത് ചെയ്ത ആൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. So that was one hell of a game, and then he took his country towards the playoffs, and then ഇനിയും തീർന്നിട്ടില്ല, അവരത് ചെയ്യാനുണ്ട്. സോ മെയിനായിട്ട് ഈ അയർലൻഡ് ഹംഗറി കുറേ ഇന്റർനാഷണൽ ബ്രേക്കിൽ കുറേ ഗെയിംസ് നടന്നു, കുറേ റിസൾട്ട്സ്. പോർച്ചുഗൽ 9-1. ബൈ ദ വേ, അണ്ണൻ്റെ ഞാനൊരു ഹ്യൂജ് റൊണാൾഡോ ഫാനാണ്. എന്നെ അറിയുന്ന അത്യാവശ്യം ഫ്രണ്ട്സിനൊക്കെ അതറിയാം. പക്ഷേ ക്രിസ്ത്യാനോയുടെ ജസ്റ്റ് ദ ലാസ്റ്റ് ഗെയിം വാസ് ആബ്സല്യൂട്ട്ലി ഓഫിൾ. അത് വേണ്ടായിരുന്നു. ആ പഞ്ച് കൊടുത്തത് മനസ്സിലാക്കാൻ പറ്റും. ബോക്സിൽ ഒരാൾ ചൊറിഞ്ഞ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും, പക്ഷെ അതിന് ശേഷമുള്ള ആ റിയാക്ഷൻ ദാറ്റ് വാസ് നോട്ട് ദാറ്റ് ഗുഡ് എന്നല്ല, അത് വേണ്ടായിരുന്നു, അത് ഒഴിവാക്കായിരുന്നു. ബിക്കോസ് അത്രയും വലിയൊരു ഒരു ലെജൻഡ് അത് ചെയ്യണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ലൈക്ക് ഞാൻ ഹാർഡ് കോർ ഫാനാണ്, പക്ഷേ ഇത് പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്, പക്ഷെ അത് വേണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ ദീസ് ആർ ദ ഫ്യൂ പോയിന്റ്സ് that I wanted to talk about international break and United. യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഇനി എവേർട്ടൺ ആണ് വരുന്നത്. മസ്റ്റ് വിൻ ഗെയിമാണ് ഇനിയെല്ലാം. പക്ഷേ ജനുവരിയിൽ പ്രോപ്പറായിട്ട് ആക്ട് ചെയ്താൽ ഐ ആം ആക്ച്വലി ഹോപ്പിംഗ് ദാറ്റ് ഒരു ഡിഫെൻസീവ് മൈൻഡുള്ള നല്ല ഒരു മിഡ്ഫീൽഡറുമായിട്ട് ലിങ്ക് ചെയ്യും യുണൈറ്റഡ് ഇൻ ദി അപ്കമിങ് ഡേയ്സ് എന്നാണ് ഞാൻ ഹോപ്പ് ചെയ്യുന്നത്. So let me know what you feel in the comment section. Thank you so much. Thanks for watching. See you in another video.